മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് യുവജന പ്രതിഷേധം. യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, എന്താണ് സാഹചര്യം? വിവരങ്ങൾ എന്താണ് അലക്സ് റാം മുഹമ്മദ്? മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രതിഷേധം ശക്തമാവുന്നു. അവർ രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുന്നു എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ കരുതിയിരുന്ന കൊടികളും മറ്റുമൊക്കെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് വലിച്ചെറിയുകയാണ്. അത് മാത്രമല്ല, പോലീസിനെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടക്കം മുതലുണ്ട് ഈ സമരത്തിൽ എന്നുള്ളതാണ്. അലക്സ്, തുടരാം. അലക്സ്, ശക്തമായ സമരം യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. അത് കൂട്ടാക്കാതെയുള്ള സമരം അവർ നടത്തുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ അവർ പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ അവർ ഈ സമരഗേറ്റിലേക്ക് ഓടിയെടുക്കുകയും ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് 4 തവണയാണ് സമരത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകർ പോലീസിന് നേർക്ക് കയ്യാങ്കളിയും വാക്കേറ്റവും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. സെക്രട്ടേറിയറ്റിന് 2 വശത്തുകൂടി മതിൽ ചാടിക്കടന്ന് അകത്ത് കിടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് പോലീസ് തടഞ്ഞു. വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയും ഏറ്റുമുട്ടലിന്റെ വരെ വക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ജലപീരങ്കി പ്രയോഗത്തിൽ ചില യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആ പ്രവർത്തകരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പോലീസ് വാഹനമെത്തി ആ പ്രവർത്തകർ അവിടെ നിന്ന് ഒരു പ്രവർത്തകനെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആ പ്രവർത്തകന് ഈ ജലപീരങ്കി പ്രയോഗത്തിൽ 4 തവണയാണ് പോലീസ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. ഒരു പ്രവർത്തകർ പരിക്കേറ്റ്, അദ്ദേഹം പരിക്കേറ്റ് അവിടെ വീഴുകയായിരുന്നു. ആ സമര സ്ഥലത്ത് തന്നെ വീഴുകയായിരുന്നു, റോഡിലേക്ക് വീഴുകയായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യുവമോർച്ച സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിലൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട് രജിത്ത്. കാരണം BJP നേരത്തെ വലിയ ചോദ്യനിഴൽ നിലനിന്നിരുന്ന സമയമുണ്ട്. കാരണം ഈ സമരം ഇതെങ്ങനെ BJP ഏറ്റെടുക്കും, അല്ലെങ്കിൽ BJP ഇവിടെ പ്രക്ഷോഭ രംഗത്ത് എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ BJP നേതാക്കൾ മറുപടി കൊടുക്കേണ്ടി വന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു. കാരണം അതിൽ ഏറ്റവും പ്രധാനം BJP കുഴക്കിയത് ADGPയും അതുപോലെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് മറുപടി പറയും. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ആ കൂടിക്കാഴ്ചയിൽ പങ്കുണ്ട് എന്ന് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉയർന്നുന്ന പശ്ചാത്തലത്തിൽ BJP എങ്ങനെ സമരരംഗത്തിറങ്ങും എന്നുള്ള ചോദ്യമാണ് നിലനിന്നിരുന്നത്. പക്ഷേ അതല്ല, PV അൻവറിന്റെ ആരോപണം ഒഴികെയുള്ള മറ്റ് ആരോപണങ്ങൾ BJP ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഈ സമരം കൊണ്ട് വ്യക്തമാക്കുന്നത്. യുവമോർച്ച പ്രവർത്തകരുടെ ഈ സമരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് അധോലോക ബന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് അധോലോകമായി ആ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. അത് നേരത്തെ BJP ഒക്കെ ആരോപിച്ചതാണ് എന്നാണ് BJP പ്രവർത്തകരും അതുപോലെ യുവമോർച്ച പ്രവർത്തകരും ഒക്കെ പറയുന്നത്. അത് മാത്രമാണ് PV അൻവർ പറഞ്ഞത് എന്നുള്ളതാണ് അവർ പറയുന്നത്. 5ാമതും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഈ പ്രവർത്തകർ, അത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, സംസ്ഥാന സെക്രട്ടറി ഗണേശനുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തകർ പോലീസിന് നേർക്ക് ചീറിയടുക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പ്രവർത്തകർ പോകുന്നു. അതിനവർ പരമാവധി ശ്രമിച്ചു. നേരത്തെയൊക്കെ പോലീസുമായ ഒരു ഉന്തും തള്ളും വാക്കേറ്റവും, ആ വാക്കേറ്റം അത് രൂക്ഷമാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രജിത്ത്. ഈ സമരത്തിന് നേർക്ക് പോലീസിന്റെ ആക്ഷൻ ഉണ്ടായാൽ സ്വാഭാവികമായി അത് ശ്രദ്ധിക്കപ്പെടും ഈ സമരം. അതുമാത്രമല്ല, നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരം നമ്മൾ കണ്ടതാണ്. അത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടന്ന ആ സമരം പ്രധാനമായി ശ്രദ്ധയൂന്നിയത് ADGP RSS കൂടിക്കാഴ്ചയും ആ RSS ബാന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ BJPക്ക് ആ തരത്തിൽ അത് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നൊരു പരിമിതിയുണ്ട്. അത് യുവമോർച്ചയ്ക്കുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേർക്ക് നടന്ന ഈ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, ADGPയെ നീക്കണം തുടങ്ങിയ രാഷ്ട്രീയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു യുവമോർച്ച പ്രവർത്തകർ എന്നുള്ളതാണ്. അപ്പോഴും BJP സമരരംഗത്തേക്ക് എത്തിയിട്ടില്ല, സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവരും ഈ സമരരംഗത്തേക്ക് എത്തും എന്നുള്ള പ്രഖ്യാപനം BJPയുടെ നേതാക്കൾ നേരത്തെ നടത്തിയതാണ്. ഈ ദിവസങ്ങൾക്ക് ശേഷം ഈ ആരോപണം ഉയർന്നു വന്ന രാഷ്ട്രീയകരണം അത് ഈ തരത്തിൽ ചർച്ച ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ BJPയുടെ ഒരു പോഷക സംഘടന സമരരംഗത്തേക്ക് ഒരു പൊതുവായ മണ്ഡലത്തിലേക്ക് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ രാഷ്ട്രീയ പ്രസ്താവനകൾക്കപ്പുറം അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും PV അൻവറിന്റെ ആരോപണങ്ങളിൽ ചിലത് അവർ മാറ്റിവെക്കുന്നു, ചിലതിൽ മറുപടി പറയാൻ അവർ ഒരുക്കമല്ല. അതിൽ പ്രധാനപ്പെട്ട തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ ADGP RSS നേതാക്കളെ കണ്ട കാര്യം, അത് റാം മാധവിനെ തിരുവനന്തപുരം കോവളത്ത് വെച്ച് കണ്ട കാര്യമാകട്ടെ, തൃശൂരിൽ ഇതാ
യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ളവർ പ്രഫുൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസിന് നേർക്ക് ഒരു ഉന്തും തള്ളും ഒരു വാക്കേറ്റത്തിനുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് നമ്മുടെ ദൃശ്യങ്ങളിൽ ഇതാ കാണുന്നുണ്ട്. അത്തരത്തിൽ പോലീസിന് നേർക്ക് ഒരു വാക്കേറ്റം, ഒരു കയ്യേറ്റം, ഒരു പോലീസിനെ പ്രകോപിപ്പിക്കുന്നുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് പ്രഫുൽ കൃഷ്ണനും അതുപോലെ ഗണേശൻ അടക്കമുള്ള നേതാക്കൾ, ഗണേശൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഗണേശൻ അടക്കമുള്ള നേതാക്കൾ, അതുപോലെ സംസ്ഥാന ജില്ലാ നേതാക്കൾ അടക്കമുള്ള പ്രവർത്തകരുണ്ട്. പോലീസിന് നേർക്ക് ഒരൊത്തൊരു കയ്യേറ്റം, വാക്കേറ്റം, കയ്യാങ്കളിയുടെ വക്കിലേക്ക് അത് നീങ്ങുന്നു, ആ സമരം നീങ്ങുന്നു. പോലീസിന്റെ ഒരു ആക്ഷൻ സ്വാഭാവികമായി ഉണ്ടാകും. ആ സമരം ആ തരത്തിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ പോലീസിന് ലാത്തി വീശാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. ആ തരത്തിൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് പ്രവർത്തകർ. അത് പോലീസിന് നേരെ പല ആവർത്തി ചീറിയെടുത്തുകൊണ്ട് പാഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രകോപനം പ്രവർത്തകർ സൃഷ്ടിക്കുന്നുണ്ട്. സമരം ആ തരത്തിൽ സംഘർഷഭരിതമാകും എന്നുള്ളതാണ്. പോലീസിന് നേർക്ക്, അതായത് പോലീസിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം പോലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. പോലീസ് സമരത്തിൽ ഈ ഘട്ടം വരെയും സംയമനം പാലിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവമോർച്ചയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ഫേസ്, ഒരു മുഖം കൊടുക്കേണ്ട, ഈ സമരത്തിനൊടുവിൽ കൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോലീസ്. ആ തരത്തിലെ സംയമനം പോലീസ് പാലിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പോലീസിന് ചുറ്റും നിന്ന് ആ തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നു, ആ തരത്തിൽ വെല്ലുവിളിക്കുന്നു, കയ്യേറ്റ ശ്രമം നടത്തുന്നു. പോലീസ് ഒരു വശത്തേക്ക്, അതായത് MG റോഡിന്റെ ഒരു വശത്തേക്ക് പോലീസിനെ നീക്കിക്കൊണ്ടുവന്ന് പ്രവർത്തകർ, തള്ളി നീക്കിക്കൊണ്ടുവന്ന് പ്രവർത്തകർ ഒരു വെല്ലുവിളിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. സമരഗേറ്റിന് മുന്നിൽ നിന്ന്, അതായത് തൊട്ട് അടുത്തുള്ള ഈ സമരഗേറ്റിന് മുന്നിൽ നിന്ന് പോലീസിനെ അവിടെ നിന്ന് തള്ളി നീക്കി ഇപ്പുറത്തേക്ക്, അതായത് MG റോഡിന്റെ ഇപ്പുറത്തേക്ക് കടകളുടെ വശത്തേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചുള്ള ഒരു വെല്ലുവിളി അത് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ആ പ്രദേശത്തെ കടകളുടെ ഷട്ടറുകൾ പോലും വീണിട്ടുണ്ട്. എന്താണെങ്കിലും അത് പ്രവർത്തകർ പറയുന്നത് പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ലാത്തി കൊണ്ട് കുത്തി എന്നാണ് ഈ യുവമോർച്ച പ്രവർത്തകർ പറയുന്നത്. ലാത്തി കൊണ്ട് കുത്തിയതുള്ള പ്രതിഷേധമാണ് പോലീസിന് നേർക്ക് ഇവർ നടത്തുന്നത് എന്ന് പ്രവർത്തകർ പറയുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി ഒരു പ്രവർത്തകൻ പിടിച്ചു വാങ്ങി അദ്ദേഹത്തിന്റെ കയ്യിൽ ലാത്തി എടുത്ത് ഉയർത്തുന്നത് കാണുന്നുണ്ട്. അത്തരത്തിൽ ലാത്തി കൊണ്ട് കുത്തിയതിന്റെ പ്രതിഷേധമാണ് ഈ പ്രവർത്തകർ പോലീസുകാർക്ക് നേരെ തീർക്കുന്നത്, അല്ലെങ്കിൽ ആ കയ്യാങ്കളിയിലേക്കും ആ വാക്കേറ്റത്തിലേക്കുമൊക്കെ നീങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അങ്ങനെ പോലീസ് ലാത്തി കൊണ്ട് കുത്തി സമരവുമായി മുന്നോട്ട് വന്ന ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി കൊണ്ട് കുത്തി എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അവർ പോലീസിനെതിരെ തിരിയാൻ കാരണം അതാണ് എന്നവർ പറയുന്നു. എന്താണെങ്കിലും പോലീസിനെ ഒരു വശത്തേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡിന്റെ ഒരു വശത്തേക്ക് യുവമോർച്ച പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരെ നീക്കിക്കൊണ്ട് എത്തിച്ച് അവർ ഈ പ്രതിഷേധം അറിയിക്കുന്നു, ഈ മുദ്രാവാക്യം വിളിക്കുന്നു. നേർക്കുനേർ ഒരു ഫൈറ്റിലേക്ക് വരെ പോകുന്നൊരു സാഹചര്യമുണ്ട്. പോലീസ് ഒരുപക്ഷെ പോലീസിന്റെ ഒരു ആക്ഷൻ ഉണ്ടായാൽ സ്വാഭാവികമായി ലാത്തി പ്രയോഗം ഉണ്ടാകും. ലാത്തി പ്രയോഗിച്ച അത് ആ തരത്തിൽ തന്നെ ആ സമരത്തിന്റെ ഇമ്പാക്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു ഇമ്പാക്ടിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ യുവമോർച്ച പ്രവർത്തകർ ശ്രമിക്കുന്നത്. എന്താണെങ്കിലും അവർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഈ സമരം തുടരും എന്ന് യുവമോർച്ച പ്രവർത്തകർ പറയുന്നുണ്ട്. അത് സംസ്ഥാന സമരം വ്യാപിപ്പിക്കും എന്ന് BJP പറയുന്നുണ്ട്. ഇനി BJP പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമോ? അത് പോലീസുമായി ഒരു ഡയറക്ട് ഫൈറ്റിലേക്ക് പോകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും നടക്കുന്നു. അവർ കയ്യാങ്കളി നടത്തുന്നു. പ്രവർത്തകരിൽ ചിലർ പോലീസുകാർക്ക് നേരെ കയ്യാങ്കളി നടത്തുന്നു. ഷീൽഡ് ഉപയോഗിച്ച് പോലീസ് തടയുന്നു. ഷീൽഡിൽ ഇടിക്കാനും അതുപോലെ പോലീസുകാർക്ക് നേരെ കയ്യേറ്റം നടത്താനും ഒക്കെ പ്രവർത്തകർ ശ്രമിക്കുന്നത് MG റോഡിൽ കാണാം. ഇരുവശത്തും വാഹന ഗതാഗതം മുടങ്ങിയിട്ടുണ്ട്. മോർച്ച ഉയർത്തുന്നു. റോഡിൽ കിടന്നും കുത്തിയിരുന്നുമൊക്കെ പ്രതിഷേധിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പോലീസ് ഈ സമയം വരെയും അതിൽ മറ്റൊരു തരത്തിൽ ആക്ഷൻ എടുക്കാതെ, അതായത് ലാത്തി വീശുകയോ അല്ലെങ്കിൽ കണ്ണീർവാതകമോ മറ്റോ ഒന്നും പ്രയോഗിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരുന്ന സമയങ്ങൾ അത് അങ്ങേയറ്റം സംഘർഷഭരിതമായി കഴിഞ്ഞാൽ പോലീസ് ലാത്തി പ്രയോഗിക്കും. അതല്ല എങ്കിൽ കണ്ണീർവാതകമടക്കമുള്ള അവരുടെ സമരമാർഗ്ഗങ്ങളെ പ്രതിരോധിക്കുന്നുള്ള നടപടികൾ അവർ സ്വീകരിക്കും. അത്തരത്തിലേക്കൊന്നും കടക്കാതെ പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ നേർക്കൊരു ഡയറക്ട് ഫൈറ്റിലേക്ക് അവർ ശ്രമിക്കുന്നു. അതിൽ പ്രധാനം അവർ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് അവർ ലാത്തി പ്രയോഗം നടത്തുന്നത് ലാത്തി കൊണ്ട് കുത്തി എന്നാണ് അവർ പറയുന്നത്. MG റോഡിൽ ഈ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. റീജിത്ത, അതിൽ പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുണ്ട്, വനിതാ പ്രവർത്തകർ അടക്കമുള്ള നേതാക്കൾ MG റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം വിളി ഉയരുന്നുണ്ട്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളി ഉയരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പ്രവർത്തകർ അവിടെ നിന്ന് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള യുവമോർച്ചയുടെ മാർച്ച് അത് അക്രമാസക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസുമായി വാക്കേറ്റം, ഉന്തും തള്ളും,
പരമാവധി സംയമനം പാലിക്കുന്ന നിലപാട് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ADGP RSS കൂടിക്കാഴ്ചയിൽ BJP കൂടി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യത്തിൽ യുവമോർച്ചയുടെ പ്രത്യക്ഷ സമരം എന്നുള്ളത് ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. ശക്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പ്രവർത്തകർക്ക് നേരെ 5 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം, ഉന്തും തള്ളും, അതിനിടയിൽ മർദ്ദിച്ചു എന്നുള്ള ആരോപണം, പരാതി, ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. 5 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. AV ജയശങ്കർ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? യുവമോർച്ച മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് നിലവിൽ നടു റോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ പോലീസുമായി ആദ്യഘട്ടത്തിൽ സംഘർഷത്തിൽ ഏർപ്പെട്ട പ്രവർത്തകർ പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങി പോലീസിനെ പ്രകോപിപ്പിക്കാൻ വലിയ ശ്രമം നടത്തി. പക്ഷേ പോലീസ് തികച്ചും സംയമനം പാലിച്ചുകൊണ്ട് ആണ് പ്രവർത്തകരെ നേരിട്ടത്. നിലവിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ നിലവിൽ പ്രതിഷേധിക്കുന്നത്. അല്പസമയം മുമ്പ് വരെ പ്രവർത്തകർ ഈ പ്രഫുൽ കൃഷ്ണ, ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ്, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് പോലീസുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്തായാലും നിലവിൽ പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതിനിടെ പരിക്ക് പറ്റിയ ചില പ്രവർത്തകരെ കൊണ്ടുപോകാൻ നിലവിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ റോഡിൽ എത്തിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തകരെ ആംബുലൻസിൽ മാറ്റുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും പോലീസ് തികഞ്ഞ സംയമനമാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ മറ്റും മാർച്ചുണ്ടായ ഘട്ടത്തിൽ പോലീസ് ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. എന്നാൽ പോലീസ് ഇവിടെ യുവമോർച്ചയുടെ മാർച്ചിനെ അത്തരം ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ പ്രവർത്തകർ അത്രമാത്രം പ്രകോപനം സൃഷ്ടിച്ചു ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങിയിട്ടും പോലീസ് ഇതുവരെ പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. 6 തവണയോളം ജലപീരങ്കി പോലീസ് പ്രവർത്തകരെ പിടിച്ചുവിടുന്നതിന് വേണ്ടി പ്രയോഗിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബാരിക്കേഡുകളുടെ അവിടെ നിന്ന് മാറി റോഡിലേക്ക് തിരിഞ്ഞത്. പോലീസുമായി ഏറ്റുമുട്ടിക്കൊണ്ടായിരുന്നു പ്രവർത്തകർ ഈ റോഡിലേക്ക് എത്തിയത്. ഇത് ഏറെ നേരം പോലീസുമായി ഇവിടെ ഒരു വാക്ക് തർക്കത്തിലെത്തി. പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകളാണ് പോലീസിന് നേരെ ഈ ഒരു ഘട്ടത്തിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇവിടുത്തെ സംഘർഷാവസ്ഥകൾ ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട്. പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് നേരിയ തോതിൽ അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 5 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പരമാവധി തവണ പ്രകോപനം സൃഷ്ടിച്ചെങ്കിലും പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു.